അതാണ്. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? ഇന്നലെ നമ്മൾ UP മുങ്ങി, ഇന്ന് നമ്മൾ ബീഹാറിൽ പൊങ്ങി. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്നറിയോ? ഇന്നലെ പോലീസ് പൊക്കി അവിടെ കിടത്തി വൈകിട്ട് വരെ. ഇന്നാണ് 4 മണിക്കൂർ ബ്ലോക്കിലും വിട്ടു. രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്. നോക്കൂ, എന്റെ പൊന്നെ, കിലോമീറ്ററുകൾ നീണ്ട ബ്ലോക്കാണ്. ബീഹാറിൽ കേറിയപ്പോ മുതല് റോഡ് ഫുള്ള് കട്ടറും അലമ്പും അൽക്കുലത്തായിരുന്നു. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒന്ന് മൂവ് ചെയ്യാൻ പറ്റി. അപ്പോഴേക്കും ഇതാ വീണ്ടും മണിക്കൂറുകളോളം പിടിച്ചിട്ടേക്കോട്ടോ. ഒരു പാലം, ഈ മാപ്പിന്റെ അകത്ത് കാണുന്നത് കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് ഈ പാലം. ഈ പാലത്തിന്റെ അങ്ങേ അറ്റം വരെ ബ്ലോക്കാണ്. കാരണം എന്താണ്? ഫുള്ള് പൂഴി കേട്ടോ. ഈ കാണുന്ന പുഴയെന്നുള്ള പൂഴി മൊത്തം എടുത്തു പോകുന്ന വണ്ടികളാണ്. എനിക്ക് തോന്നുന്ന ഫുൾ വണ്ടി ചെക്കിങ്ങും കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര ബ്ലോക്ക്. എന്തായാലും നമ്മൾ പെട്ടു. പെട്ടെന്ന് വെച്ചാൽ വലിയ പെടലാ വിട്ടെ, ചെറിയ പെടലൊന്നും അല്ല വിട്ടെ അല്ലേ? ബീഹാർ അടിപൊളി കേട്ടോ. കാരണം വെച്ചാല് റോഡ് വലിയ പോരാ എങ്കിലും പിന്നെ കൃഷിയിടങ്ങളുണ്ട്. റോഡ് വെച്ച് ബീഹാർ നല്ല അടിപൊളിയാണ്. ഇതുവരെ ബീഹാർ പോലീസ് പൊക്കിയില്ല, UP പോലീസ് അല്ലേ പിടിച്ചേ? ഇന്നലെ UP പോലീസ് പിടിച്ചിട്ട് ഏകദേശം ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞാ വിട്ടെ. ഇതിന് പെർമിറ്റ് കൊടുക്കും, മറ്റേ പാസ് വേണമെന്ന് അല്ലേ? ഇത് പ്രൈവറ്റ് ഞങ്ങൾ വിട്ടുകൊടുക്കുക. ഞങ്ങളോട് പൈസ വെച്ചു, ഞങ്ങൾ വണ്ടി അവിടെ തന്നെ ഇട്ടു. അവിടെ തന്നെ അവർക്ക് ലാസ്റ്റ് ഒരു കുരിശായി കഴിഞ്ഞപ്പോ നമ്മളെ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു അല്ലേ? അവർക്ക് ലാസ്റ്റ് ഒരു കുരിശായി കഴിഞ്ഞപ്പോ അവര് വിട്ടു. അവര് താക്കോലിട്ട് ഓഫ് ആക്കിയിട്ട് ഞങ്ങൾ അതിനകത്ത് കിടന്നു. ലാസ്റ്റ് ജാവോ ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പൊ നമ്മൾ അച്ചാരെങ്കിലും തിന്ന് കളിക്കുക അല്ലേ? ഒരു പരിപാടി നടക്കില്ല. എത്ര നേരം അറിയോ ഇവിടെ കിടക്കുന്ന. അപ്പം ബ്ലോക്കിൽ കിടന്ന അച്ചാറില്ല. നമ്മൾ ഈ ബിന്ന് നമ്മൾ തീർക്കാനുള്ള പ്ലാനിലായിരുന്നു. അതെ, ഒരു വഴിയില്ല കേട്ടോ. 3 മണിക്കൂർ അതിന്റെ അത് കിടക്കുന്നു. ഒരു മോചനമില്ലല്ലോ അല്ലേ ഇവന്? ഇതെന്താണാവോ? എന്തായാലും ചെക്കിങ് ആയിരിക്കും മിക്കവാറും. ചെക്കിങ് ആയിരിക്കും. അതോ ഈ പാല് പിടിഞ്ഞു പോയ എന്നെയും ഒരു രക്ഷയില്ല കേട്ടോ. ഇതുവരെ ബ്ലോക്ക് മാറിയിട്ടില്ല. എത്ര മണിക്കൂറായെന്നറിയോ ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് അല്ലേ ലിബി? ഒരു രക്ഷയില്ല. പുറത്തിറങ്ങാന്ന് ഓർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ജിഞ്ചിഞ്ചും പാട്ട് ഫുള്ള് വണ്ടി അതേപോലെ നേരത്തെ പോലെ തന്നെ കിടക്കും കേട്ടോ. ഫ്രണ്ടും അതെ, അതുപോലെ തന്നെ ബേക്കിലും കേട്ടോ. എത്ര മണിക്കൂറായെന്നറിയോ ഞങ്ങൾ ഇങ്ങനെ കുടുങ്ങി കിടക്കണോ? നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. എത്ര നേരത്തെ ബ്ലോക്കിന് ഒടുവിലാണെന്നറിയോ നമുക്കിപ്പൊ തുറന്നു കിട്ടിയ അല്ലടാ ലിപിയെ? അതെ, വീണ്ടും ബ്ലോക്ക് ആവുക. ദൈവത്തേനോ, പിടിച്ചിടും വീണ്ടും കയറും, പിടിച്ചിടും വീണ്ടും കയറും. എന്താ സംഭവം ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ അല്ലേ ലിപി? ഇത് ബ്ലോക്കാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല, ആ ഗ്യാപ്പിൽ നമുക്ക് ഇടിച്ചു. അങ്ങനെയല്ല, ഇത്ര സമയം ഇങ്ങനെ പിടിച്ചെടുത്ത തന്നെ എന്തായാലും അവിടെ ചിലപ്പോ അറിയാലോ. നൈസായിട്ട് എനിക്ക് അടിച്ചില്ലേ? താഴെ വഞ്ചി ഉണ്ട്, വഞ്ചീന്റെ അത് പെട്ടെന്ന് എത്തും കേട്ടോ. വണ്ടി കയറ്റിയാലോ? ഞങ്ങൾ താഴെ വഞ്ചിയിലേക്ക് വണ്ടി ഇറക്കാൻ പോകും. പെട്ടെന്ന് വണ്ടി പോകില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാക്ടർ ഉള്ള ഏരിയ തോന്നുട്ടോ ഈ കാണുന്നത്. എന്തോ ഒരു ട്രാക്ടർ. ഏതൊക്കെ കമ്പനിയാണ്? മഹീന്ദ്ര ഉണ്ട്, ഭാരത് ബെൻസ് ഉണ്ട്, എന്തോരം ട്രക്ക് പോകുന്നത് നോക്കിയാ. അവിടെ ഇവിടെ ഇത് നോക്കിയേ, ഒരു സെക്കൻഡിൽ മാറുന്ന ട്രക്ക് നോക്കിയാ. എന്തോരം ട്രക്കാ വന്നു പോണെന്ന് നോക്കിയേ. പൈസ എല്ലാം പൂഴി കേട്ടോ. എത്ര വഴിക്ക് അടിച്ചു കിടക്കുന്നത്. എല്ലായിടത്തും പൂഴി കൊണ്ടുവന്നു, പൂഴി വരുന്നൊക്കെ. ഇവർക്ക് മറ്റേ ഈ ഡിവൈഡർ ഒരു പുത്തിരി അല്ല കേട്ടോ. അവര് ചാടിക്കും. എന്തോരം ട്രക്കല്ലേ എനിക്കും തെറ്റു. എന്തോരം ട്രാക്ടർ എന്നറിയാവോ? അയ്യോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ട്രാക്ടർ തന്നെ ഒരുമിച്ച് പോകണതാണ് നോക്കിയേ. അവസാനം നമ്മൾ ഒരു രക്ഷയില്ലാതെ കണ്ടോ ഈ കാണുന്ന വഴി കയറ്റി കേട്ടോ. എന്റെ പൊന്നെ, അത്രയ്ക്കും ബ്ലോക്ക് കേട്ടോ. പൂഴിപ്പണിയുടെ സമയം അല്ലേ? ബീഹാറിൽ ഇത്രയ്ക്കും ബ്ലോക്ക് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴായിട്ട് അറിയണം. ഇതെന്നെ വണ്ടി കയറ്റി വിടുന്നില്ല പോലീസുകാർ വെച്ചിട്ട് അല്ലേ? റോഡിന്റെ ഗുണ്ടായിസോ? ഗുണ്ടായിസ് ഉണ്ടോ? പോലീസുകാരുടെ ഗുണ്ടായിസ് കൊടുക്കാന്ന് നോക്കിയാൽ ബൈക്കൊക്കെ വെച്ചിട്ട് വഴി ഫുള്ള് തടഞ്ഞിട്ടൊക്കെ. എന്തൊരവസ്ഥയാന്ന് ചോദിച്ചു. അവിടെ കല്ലുണ്ട് കേട്ടോ, നോക്കണേ. സൈഡ് കല്ല് ഇതുണ്ടോ? കണ്ടോ? വണ്ടി റോഡ് സൈഡിൽ വെച്ചിട്ടാണ് ഇവര് ഗുണ്ടായിസം കാണിക്കുന്നുണ്ടോ?
റോഡിന്റെ നടുക്ക് വെച്ചിട്ട് കണ്ടില്ലേ? എന്റെ നടുക്ക് വെച്ചിട്ടാണ് ഈ ഗുണ്ടാസം കാണിക്കുന്നത്. എന്നെ കാണി പൈസക്ക് വേണ്ടി ഇവര് എന്തും ചെയ്യും അല്ലേ? ഇന്നലെ ഞാൻ പറയാൻ പറഞ്ഞേ, അതായത് ഇന്നലെ നമ്മള് പിന്നെ മധ്യപ്രദേശ് യുപിയിലേക്ക് കയറിയല്ലോ, എൻട്രി ഫീ. എന്നിട്ട് മറ്റേ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു വീട്ടിൽ എന്നിട്ട് ഒരു വയസ്സായ പോലീസുകാരന് ഒരു രക്ഷയില്ല, പുള്ളിക്ക് നമ്മളെ പിടിക്കാതെ വിടത്തില്ല. ലാസ്റ്റ് പൂരം വെച്ചപ്പാ അവര് തമ്മിൽ അടി അല്ലേ? മനസ്സുഖം അല്ലേ? പൂക്കുറ്റി അടിയാണ് അവർ തമ്മിൽ എങ്ങോട്ട് ഫുൾ. ഇവർ പൈസക്ക് വേണ്ടി എന്ത് ചെയ്യട്ടോ, അതെനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മനസ്സിലായി അല്ലേ? അതെ, 20 രൂപയ്ക്ക് വേണ്ടി അമ്മ അടി ഉണ്ടാക്കും അല്ലേ? 10 രൂപയ്ക്ക് വേണ്ടി അല്ലേ? ഒരാൾക്ക് കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുത്തില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അല്ലേ? ഒരാൾക്ക് കിട്ടുന്ന വെച്ചോ അങ്ങോട്ട് പകുതി കൊടുക്കൂല, അതിനുവേണ്ടി പൂക്കുറ്റി കെട്ടിപ്പിടിച്ച് അടിയായിരിക്കും. നമ്മളൊരു ബീഹാറിന്റെ ഗ്രാമത്തിലൂടെയാണ് പോണത്. വേറെ ഒരു രക്ഷയില്ല, കാരണം ഫുൾ റോഡ് പൊട്ടി പൊളിഞ്ഞതാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കേരളം എത്ര സ്വർഗമാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ എത്ര റോഡ് പൊളിഞ്ഞാലും 2 സമരമോ അല്ലെ 2 പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ആ റോഡ് പിറ്റേഴ്ച വന്ന് വീട്ടാരെങ്കിലും ചെയ്യും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇങ്ങോട്ട് ഈ ബീഹാറൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. കൊടുക്കുന്ന റോഡ് മാത്രം. അതായത് ഇവിടെ പൈസ ഉള്ളവൻ എന്നും പണക്കാരനായിരിക്കും, പണമില്ലാത്ത ആൾ എന്നും പണമില്ലാത്ത ആളായിരിക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടെ അല്ലടാ? വളരെയധികം ശരിയാ അല്ലേ? ഇപ്പൊ ഈ കാണുന്ന ലോറി ഇങ്ങനെ കിടക്കുന്നു, ഇതിവിടെ കിടക്കുകയുള്ളൂ, വേറൊരു മാർഗവും അല്ലേ? ഇവര് തന്നെ ഇതെല്ലാം ചെയ്തോണ്ടോ? ഒരു മനുഷ്യ ഇവരെ ഹെൽപ്പ് ചെയ്യോ, സഹായിക്കോ, പോലീസുകാർ വന്ന് ചോദിക്കോ? പോലീസുകാർ വരും പൈസക്ക് വേണ്ടി. ഇവിടെയൊക്കെ ഒരു വണ്ടി ഇതേപോലെ പൊട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവരുടെ ഇതിലൊരു മറ്റേ പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് വെച്ച് നിങ്ങളെ അടിക്കിട്ടോ. ഞാനൊക്കെ കണ്ണുകൊണ്ട് കണ്ടുള്ളൂ ആ കാര്യങ്ങളൊക്കെ അല്ലടാ? ഓക്കെ, നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ ഒരു ടയർ പൊട്ടിയാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പോലീസുകാർ മാക്സിമം ഹെൽപ്പ് ചെയ്യും. അടുത്ത വെടിക്കെട്ട് ബ്ലോക്ക് തേഞ്ഞു. ദൈവമേ, ഇത് എന്തൊരു ബ്ലോക്ക്! അതും നമുക്ക് റോഡില്ല, അതാണ് കേട്ടോ. ഇതൊക്കെ തോടല്ല, ഇത് കുളം അല്ലേ? നമ്മൾ കേരളത്തിനെ കുറ്റം പറയുന്നത് ഇത് വന്നൊന്ന് കണ്ടിട്ട് കുറ്റം പറയണം കേട്ടോ. നമ്മൾ ഒരിക്കലും അന്യ സംസ്ഥാനത്തില്ല നേരത്തെ അവരുടെ നാഷണൽ ഹൈവേയോ, അതിപ്പം പിന്നെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പൈസക്ക് പണിയുന്നതാണ് ഓരോ സംസ്ഥാനത്തെ നാഷണൽ ഹൈവേസ് ഒക്കെ. അത് ഏത് നാട്ടിലും നടക്കും. നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത് പണിയണമെങ്കിൽ കുറെ ആൾക്കാരുടെ വീടും അതുപോലെ തന്നെ കുറെ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും അത് നടക്കാതെ അല്ലേ, നാഷണൽ ഹൈവേയുടെ വീതി കൂടാതെ നിക്കണമെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെയൊക്കെ സ്റ്റേറ്റ് ഹൈവേ, അതായത് നമ്മുടെയൊക്കെ സാധാരണ പഞ്ചായത്ത് റോഡോ അല്ലെങ്കിൽ പിന്നെ ജില്ലാ റോഡുകളൊക്കെ എന്നെ സെറ്റപ്പ് ആയിരിക്കും അറിയാമോ? ഇത് NH ഏതോ ഒരു H ആട്ടോ. ഇത് H അല്ല, ഇപ്പം W ആണ് ഈ കാണുന്നത്. എന്റെ പൊന്നെ നോക്കിയേ, റോഡ് എന്ന് പറഞ്ഞ സാധനമില്ല. അത് നമ്മൾ ഇവരുടെ ലോക്കൽ വഴികളിൽ, അതായത് ഇവർ ഇങ്ങനത്തെ വഴികളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ സംഭവം. നമ്മൾ ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല കിഡിലൻ റോഡും അടിപൊളി നല്ല ടോളൊക്കെ ട്രാവലർ ഇങ്ങനെ ഓടിക്കാൻ നമ്മൾ കാണിച്ചു കാരണം കേട്ടോ. ഞങ്ങളെ സ്പെഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? സത്യം പറയാ ഭയങ്കര ടാസ്ക് പിടിച്ച റൂട്ടാട്ടോ ഇത്. ആ ലോറിയൊക്കെ കിടക്കണം നോക്കിയാൽ കുഴിക്കാത്ത നോക്കിയാൽ എന്റെ പൊന്നെ, അത്രയ്ക്കും പിന്നെ റോഡിൽ കുഴിയാട്ടോ. എല്ലാ വണ്ടിയും അതെ, എല്ലാ വണ്ടിയും അത്യാവശ്യം നമ്മുടെ പഴയ ഓമനി ചെറുക്കനാണ് ഇപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് കൂടെ കയറ്റിക്കൊണ്ട് പോയത്. കാരണം അവനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ത് വന്നാലും ഇത്രയ്ക്ക് വരുവുള്ളൂ നമ്മുടെ മനസ്സിലോട്ട് അല്ലേ? 2 ലക്ഷം രൂപ, അതാണ് ഒരു വിഷയം കേട്ടോ. അല്ലാതെ നമ്മൾ എന്ത് റിസ്ക്കും ചെയ്താനെ. ഇതിപ്പോ നമുക്ക് ഇതിനോട് റിസ്ക് കാണിക്കാൻ പറ്റൂല, പിന്നെ റിസ്ക് സാപ്പിടാൻ വണ്ടി ഉണ്ടാവൂല അല്ലടാ? അല്ലേ? ഇത്രയും വലിയ ബ്ലോക്ക് ഇവിടെ ഉണ്ടായിട്ട് ഇതൊന്നും അറിയാതെ ചീട്ട് കളിക്കുന്ന ഗ്രാമീണരെയാണ് ഇത്. ആ മരത്തിന്റെ നീ അത് കണ്ടുപിടിച്ചല്ലേ? ഞാൻ കണ്ടില്ലല്ലോ, അറിയാതെ അവിടെ ചീട്ട് ആൽമരത്തിന് വേക്കെടുത്തിട്ട് അവര് കളിക്കുന്നേ അല്ലേ? നോക്കടാ, വണ്ടി നോക്കിയാ തന്നെ കത്തിച്ചതാണോ? കത്തിച്ചോ? വണ്ടി അടിച്ചു പൊളിച്ചല്ലേ അവനെ? അടിച്ചതാ. വണ്ടി ഇടിച്ചതാ? വണ്ടി ഇടിച്ച് ബ്ലോക്കാ. എങ്ങനെയുണ്ട് ബ്ലോക്ക്? ഇതൊക്കെ നമുക്കൊരു പുത്തിരിയാണോ ഗായ്സ്? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആദ്യത്തെ ഓമിന ഉണ്ടായിരുന്നപ്പോ റിവേഴ്സ് ഗിയറോ സെക്കൻഡ് ഗിയറോ പിന്നെ അതുപോലെ തന്നെ ഒരു ഗിയർ പോലും ഇല്ലാതെ നമ്മള് മണാലി കയറ്റിയ നമ്മളാണ് ഈ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഗായ്സ്. ഇതിങ്ങനെ കിടക്കോ, ലോറി കിടക്കണ കിടപ്പുണ്ടോ, കിലോമീറ്ററോളം ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കും കേട്ടോ. അതേ സമയത്ത് നീ ഒരു കാഴ്ച ഉണ്ടോ, ഷേവ് ചെയ്യുന്നേ ഷേവ് ചെയ്യുന്ന ഓരോ സ്ഥലത്തൊക്കെ മുടി വെട്ടുന്ന ഷേവ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ആ ഒരു സൈഡിൽ ഇരുന്ന് ഒരു കല്യാണിരുന്ന കേട്ടോ അവര് കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇവിടെ എന്താ നടക്കണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഒരു ലോഡ് ട്രാക്ടറും ഒരു ലോഡ് ലോറിയും ഉണ്ട്. ഇത് പൂഴി, ഇത്രയും പൂഴിയുണ്ട് ഒരു പുഴയില്.
സത്യം പറഞ്ഞു ഇത്ര പൂഴിയുണ്ടോ ഒരു പുഴയില്? ഇത് എന്താ ഇത്? ട്രാക്ടറൊക്കെ കേറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ. ഇതൊരു സ്റ്റേറ്റ് ഹൈവേ കേട്ടോ. സ്റ്റേറ്റ് ഹൈവേ ഇത് സ്റ്റേറ്റ് ഹൈവേയാ. ദൈവമേ, നമ്മുടെ വണ്ടിയുടെ പരിപ്പളായി പോയി ഇതിന്റെ അകത്തൂടെ ഓടിച്ചു കഴിഞ്ഞാൽ. ഗൈസ്, ഇതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, നല്ല നല്ല വീഡിയോ എടുക്കണം. ഇതേപോലത്തെ ദുർഘടമായ വഴി കൂടെ വണ്ടി ഇറക്കേണ്ടി വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ തട്ടുകടൊക്കെ കിട്ടുമല്ലോ ലിബി. കുഴപ്പമില്ല, ഇനി 5000 കിലോമീറ്റർ 10,000 നമുക്ക് ചെക്കപ്പിന് പോകണ്ട. ഗൈസ്, ഇപ്പം വഴി ഏതാ റോഡ് ഏതാന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. കാരണം അത്രയ്ക്കും എന്തായി റോഡ് കാണാൻ പറ്റുന്നില്ല. പൊടി 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 ഫുള്ള് പൊടിയായിട്ടോ. ദൈവമേ, ഇവിടെ ഉണ്ടോ കുറേ ലോറിനെ പിടിച്ചിട്ടാക്കുന്നുണ്ടോ. അതിന്റെ അത് ട്രാക്ടറുകൾ സൈഡിൽ കൂടെ. ഈ ട്രാക്ടറുകാര് നമ്മൾ സൂക്ഷിച്ചില്ല, ട്രാക്ടറുകാര് നമുക്ക് 8ന്റെ പണി തരും. ഒരു ഇൻഡിക്കേറ്റർ ഒന്നും വെക്കാതെ വട്ടം വെക്കും. നമുക്ക് പോകുന്ന സംഭവം അറിയാൻ പറ്റൂല. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അല്ലേ. പിന്നെ ഞാൻ സൈഡിൽ ഇരിക്കുന്ന ഇവനൊരു ആശ്വാസമുണ്ട്. ഞാൻ കറക്റ്റ് ആയിട്ടെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇവനേക്കാളും കൂടുതൽ നാക്കും കൊണ്ട് വണ്ടി ഓടിക്കുന്നത് ഞാനാ. ഒറ്റ ദിവസം കൊണ്ടുള്ള അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് മോശം റോഡിൽ കൂടെയാണ് നമ്മളിന്ന് വണ്ടി ഓടിച്ചല്ലേ. ഓ, ഫുള്ള് അലമ്പായിടാവേ, ഫുൾ അലമ്പായി. വൈറ്റും കൂടി ആയതുകൊണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓ ഗൈസ്, നോക്കി ആകാശം നോക്കി, മതിയായ സൗന്ദര്യം കേട്ടോ ആകാശത്തിന് അല്ലെ. എന്റെ പൊന്നെ, ഓടി വിളിക്കടാ. എന്നെ പള്ളിപ്പെരുന്നാളാണോ ഇവന്റെ വണ്ടി? എന്റെ അമ്മോ, എന്നാ വലിയ പാട്ടാ അതിനകത്ത്. ഓ ഗൈസ്, ആ കാണുന്ന മൊത്തം അല്ല, ആ കാണുന്ന മൊത്തം ഇഷ്ടിയാക്കളോ കേട്ടോ അല്ലേ. ഓ ഗൈസ്, ഞാൻ കണ്ടുപിടിച്ചോട്ടോ. എന്താണ് സാധനം? കടുകാണ്. ഓ ഗൈസ്, ഈ കാണുന്ന വെണ്ടയ്ക്ക കൃഷി. ബീറ്റ്റൂട്ട് ഒന്നല്ല, ഒന്ന് പോയി ലിവി, നീ പറ്റിക്കല്ലേ വെറുതെ. അല്ലല്ല, ഇത് വെണ്ടയ്ക്ക അല്ലല്ലോ. ഇതെന്നാ ഇത്? ഓ ഗായ്സ്, ഇത് വേറെന്തോ ടൈപ്പ് കൃഷിയാട്ടോ. ഉരുളക്കിഴങ്ങായി കാണുന്ന. ഉരുളക്കിഴങ്ങാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് മാറിയിട്ട് കഴിക്കാൻ കേട്ടോ അല്ലേ. തല്ലി കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ടോ? കാണിച്ചു തരാം അല്ലേ. ഓ ഗായ്സ്, നമ്മൾ ഈ വന്ന വഴി മൊത്തം മതിയായ കൃഷിയാട്ടോ. നോക്കിയാ, ആ ഭാഗത്തും ഈ ഭാഗത്തും. അങ്ങോട്ട് ശ്രദ്ധിച്ചു, ആകാശമാ മറ്റേ ഇതിലോട്ട് സൂര്യനല്ലേ, സൂര്യനാ മറ്റേ ഇത് പൂവിലോട്ട് ഭയങ്കര ലുക്ക് കേട്ടോ. ഓ ഗായ്സ്, നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഈ സാധനം അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാ ഫോഴ്സിന്റെ ട്രാവലർ. യാത്രാ സുഖം എന്ന് വെച്ചാല് എത്ര കിലോമീറ്റർ നമ്മൾ ഓടിച്ചാലും നമ്മൾ മടുക്കൂല. ഇന്നോവയിനകത്ത് കയറിയിട്ടുണ്ട്, 1-2 വട്ടം കയറി. സത്യം പറഞ്ഞാൽ 1-2 വർഷം കയറിയിട്ടുള്ളൂ. അതിനകത്ത് കയറിയിട്ട് എനിക്കൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു. ഈ വണ്ടി പൊക്കത്തിലുള്ള കാരണം എന്നാ സുഖമാണെന്നറിയാം. അത് മാത്രമല്ല, നമ്മൾ എത്ര കിലോമീറ്റർ ഓടിച്ചെന്ന് അറിയാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ ഇനി എന്നാ പറയാ, അടിപൊളിയാട്ടോ. പിന്നെ അത്യാവശ്യം ഇപ്പൊ ഞങ്ങൾക്ക് 12 അടുത്ത് മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കുറവാ. ഒരു ഇന്നോവയുടെ 2 ഇരട്ടി പോലും പൈസ ഇല്ല അല്ലെ, താഴെ പോലും പൈസ ഇല്ല അല്ലെ. ഇത് 9 സീറ്റ് പുതിയ വണ്ടിക്ക് 16-17 ലക്ഷം രൂപ കണ്ടോ ഓൺ റോഡ് ആകുന്നുള്ളൂ അല്ലേ. ഒറ്റ പ്രശ്നമല്ല, വണ്ടി ഓടി വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഓൺ ആക്കി ഇട്ടിട്ട് വേണം ഓഫ് ആക്കാൻ അല്ലേ. പിന്നെ ഇതിന്റെ ഫാൻ ബെൽറ്റും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ റേഡിയേറ്ററും പിന്നെ എഞ്ചിൻ ഓയിലും അത് മെസ്റ്റ് ആയിട്ട് നോക്കണം. കാരണം ഇത്ര വലിയ എഞ്ചിനായി, ഇത്രയും വലിയ വണ്ടിയല്ലേ ഇവനെ ഒരു വീട്ടിലെ ഒരു ഫാമിലിക്ക്, ഒരു കൂട്ടുകുടുംബത്തിന് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റും. 9 സീറ്റ് വണ്ടി എന്ന് വെച്ചിട്ടുണ്ടേ. ടോള് നോക്കാൻ നേരത്തെ നമ്മുടെ ഓമിനെ ടോള് കൊടുത്താൽ മതി. എണ്ണയാണേലും നമ്മുടെ ഓമിനേക്കാളുണ്ട് 12-13 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. വണ്ടി നല്ല വണ്ടി കേട്ടോ, പറയാതിരിക്കാമല്ലോ. കാരണം ഇത്ര ഓടിച്ചാല് ഒരു ക്ഷീണമില്ല. കാരണം നമുക്ക് പിന്നെ ഉറങ്ങുന്ന കാര്യം ഓക്കെയാണ്, പക്ഷെ വണ്ടി ഓടിക്കുന്ന ഒരു രക്ഷയില്ല കേട്ടോ. ബാക്കിയെല്ലാം വണ്ടി 10,000, 5,000 ഒക്കെ ആകുമ്പോൾ സർവീസാണ്. 20,000 സർവീസ്. പിന്നെ ബെൻസിന്റെ എഞ്ചിനും കൂടി ഈ സാധനം. ഇത്രയും പറഞ്ഞപ്പോ ഒരു മനസ്സുഖം. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഓ ഗായ്സ്, ഇനി രാത്രിയിലെ വണ്ടി ഓടാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് തിരക്കാട്ടോ. നമുക്ക് ഇതുവരെ നമ്മൾ ഇന്നത്തെ ദിവസം ആകെ ഓടിയത് 60 കിലോമീറ്റർ ആട്ടോ. അതുകൊണ്ട് നമ്മുടെ ചെറുക്കനെ ഇവിടെ നിർത്തിയിട്ടു. എന്നിട്ട് നമുക്ക് ഈ പശുവിനെ തോപ്പിക്കാൻ വേണ്ടി ഓടുന്നു. ഗായ്സ്, നമുക്ക് ഈ കൃഷിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലാട്ടോ. വേറെ അല്ലേ. ഓ ഗായ്സ്, അവരവിടെ കുറെ പേര് അവിടെ കൃഷി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒരു വശത്ത് കടുകും ഇത് തന്നെ സംഭവം ഡൗട്ട് ഉണ്ട് കേട്ടോ. അത് അതിലെ പോകാൻ വേണ്ടി ഒരു വഴിയുണ്ട്, നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ. ഗായ്സ്, ഈ കാണുന്നതൊക്കെ ബീഹാറിന്റെ ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം UP കണ്ട പോലത്തെ അതേപോലത്തെ തന്നെ വീടുകളാണ്. അതായത് ഈ ഇഷ്ടികയും പുല്ലും അല്ലെ, ഇതൊക്കെ കാണുന്ന പുല്ലു വീടുകളാട്ടോ. ഓ വൈസ്, ക്യാമറ കാണുമ്പോൾ തന്നെ അവർ നമ്മളെ സംശയത്തോടു കൂടിയാണ് നോക്കുന്നല്ലേ ലിബി. ഗൈസ്, ഇവിടെ എല്ലാം ഇതേപോലെ വെള്ളം കിട്ടാൻ വേണ്ടി ഇതേപോലത്തെ കുഴൽക്കിണർ കേട്ടോ. ഓ, ഇത് കടുക ലിബി. ഓ ഗായ്സ്, ഇത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയേ. ഇത് കൃഷിക്ക് വേണ്ടി റെഡിയാക്കിയിട്ടാക്കുന്ന കളങ്ങളാ. ഓ ഗൈസ്, ഈ കാണുന്നത് ഗോതമ്പാട്ടോ. ഗൈസ്, ഈ പാടത്തിലൊക്കെ ആൾക്കാർ വെള്ളം വിടുന്ന ലിബിനെ ഇതുണ്ടോ ഇതേപോലത്തെ. ഓ, ഈ കാണുന്ന സംഭവത്തിനകത്തൂടെ കേട്ടോ വെള്ളം ഓരോന്നിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് വിടുന്നത്.
ഓ ഗോ ഗൈസ് ഇപ്പം ഇത് ഗോതമ്പാ. ഓ വൈകുന്നേര സമയങ്ങളിൽ ആൾക്കാർ പണിക്ക് വേണ്ടി ഇറങ്ങി കേട്ടോ കൃഷിപ്പാടത്ത് അല്ലേ ലിബി? ഓ ഗൈസ് ബീഹാറിന്റെ അടിപൊളി കേട്ടോ, ഗ്രാമഭാഗങ്ങളൊന്നും ഒരു രക്ഷയില്ല, മതിയായ സ്ഥലങ്ങളാട്ടോ. ഹായ് ഭയ്യ, ഹായ്. നാം ക്യാ ഹൈ? नाम ओ क्या है? बीट है, बीट गेहूं गोदम റൊട്ടി ബനാനെ के लिए ആ ഗൈസ് ഇപ്പൊ സാധനം കിട്ടി, റൊട്ടി ഉണ്ടാക്കുന്ന സാധനം എന്നാട്ടോ പറഞ്ഞത്. അത് തന്നെ ഗോതമ്പ് അല്ലേ? ഓ ഗൈസ് ആൾക്കാരൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല മനുഷ്യരാണ്. പോലീസുകാരുടെ അടുത്തുനിന്ന് ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു കേട്ടോ. അതും നോ കേരള ആ മലയാളി. ഓ പാനിയാനാ? ओ आलू है ना? गाइस आ कारण ओ अंदर जा रहे, इधर से नहीं है, अदर उधर। हाँ तुम्हारे है ना? मैं ओ मालूम है। हाँ ओके ओके ഗൈസ് ഈ കാണുന്നത് പിന്നെ ഇതാട്ടോ, പുള്ളിക്കാരൻ പറഞ്ഞു അതിലെ കയറി വന്നോളാൻ പറഞ്ഞു. ഈ കാണുന്നത് നമ്മുടെ മറ്റേ ഗോതമ്പ് കൃഷി ആട്ടോ, ഗോതമ്പ് കൃഷി. പുള്ളിക്കാരൻ ഇതിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്തോണ്ടിരിക്കും കേട്ടോ. ഓഹോ ഹോ ഹോ ഓ ഇത് ഇതറേ ഹർ ഹർ ഇതറേ ഹർ 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 ഹോം ഹർ. ഓ ഇതർ സേന. ഓ റോഡിന്റെ തൊട്ടപ്പുറമാണ് പുള്ളിക്കാരന്റെ വീട് കേട്ടോ. ഓ ഗൈസ് ഈ കാണുന്നതാണ് ഉരുളക്കിഴങ്ങ് അല്ലേ ലിബിനെ? ഓ ഗൈസ് ആലു. ഓ ഗൈസ് ഏന ആലു സീസൺ ആലു സീസൺ ആ ഗൈസ് ആലുവിന്റെ സീസണാന്ന് പറഞ്ഞേ. തോരി അതൊക്കെ എന്നാണ്? മസ്റ്റാർഡ്. तेल ओ मस्टर्ड है ना? सरसों मस्टर्ड है ना? ओ ब्लैक कलर का सामान है हमारा, बोले केरला के कड़ुग. ओ गाइस नाम क्या है? नाम बिक्की कुमार. बिक्की कुमार नाम पुള്ളിക്കാരൻ. ए आलू है ना? ओ गाइस ओ रेडी है? आलू रेडी है? नहीं अभी 1 महीना समय है. 1 महीना. ഓ ഗായ്സ് ഒരു മാസം വേണമെന്ന് പറഞ്ഞാൽ ഈ ആലു ആവാൻ വേണ്ടി കേട്ടോ. ഓ ഗായ്സ് ഈ കാണുന്ന ഫുള്ള് ഉരുളക്കിഴങ്ങ് കേട്ടോ, ഉരുളക്കിഴങ്ങ് ഷെയ് മൊത്തം കാണുന്ന ഗായ്സ്. അവിടെ കോലം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ ഓ ഓ തുമാരെ ഈ ആലു. ഓ ഓ ഓ ഓ ലീസ് ഓ ലാൻഡ് ലീസ് ആണ്. ഓ ലീസ്. ആ ഗൈസ് ഇങ്ങനെ തൊട്ടൊക്കെ കാണിച്ചാൽ ഇവർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ കാണുന്ന ഇവര് ഈ സ്ഥലം ലീസിന് എടുത്തിട്ട് കൃഷി ചെയ്യുന്നതാണ് ഇവര് പറഞ്ഞ കേട്ടോ. ഓ ഗൈസ് മതിയായ സ്ഥലം കേട്ടോ. दूसरे आदमी के लिए लैंड है ना, तुम लीज के लिए फार्मिंग मीन्स ഇവിടെ എന്നാ പറയുന്നത്? വ്യവസായം അല്ലടാ, മറ്റേ നമ്മള് വേറെ അഗ്രികൾച്ചർ. ഗായ്സ് എന്റെ പൊന്നു ഇത്ര ഹിന്ദി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞങ്ങൾ ഇത്ര ഹിന്ദി പറയണേ. എന്റെ പൊന്ന് ആ കാണുന്ന മസ്റ്റാർഡ് ആണ് കേട്ടോ പറഞ്ഞത്. ഇത് ആലു, ഇത് ബീറ്റ്. केरला इस समय तो ज्यादा अंग्रेजी बोलता है, नहीं तो केरला वाला भाषा केरला എന്നാ പറഞ്ഞേ? ओ क्या बोले? इंग्लिश. हाँ इंग्लिश, वहाँ पे इंग्लिश है. हमारे का कुछ भी नहीं, हमारे का ओली माने सिर्फ अपना भाषा. अदर ज्यादा हमें क्या इंग्लिश पता है, हिंदी पता है, पूरा पता है. मेरे के लिए थोड़ा हिंदी है, थोड़ा इंग्लिश है, थोड़ा पूरा. किससे बात कर रहे हैं? क्या ओ कैमरा है ना? ओ यूट्यूब ब्लॉगिंग. बेटी तो इसका डिश हो गया. हाँ यो अच्छा है, ग्लैमर है ना? नहीं बेटिक मीन बेटी मीन्स लाल नहीं दिख रहा है. ओ कैमरा है ना, कैमरा के लिए डिस्प्ले है. ओ इसमें डालो, बेड़ा में डालो, इसमें छोटा डालो. ഫ്രണ്ട്. ഓ ഗൈസ് പുള്ളിക്കാരനെ പറഞ്ഞു മനസ്സിലാക്കി, കുഴപ്പമില്ല ഗൈസ്, നല്ല മനുഷ്യനാട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഏത് നിമിഷം ഈ തോട്ടത്തിൽ നിന്ന് ഓടിച്ചെന്ന് പറഞ്ഞാൽ മതി. അല്ലേ ലിബി? പൈസ എന്തോരം നോക്കിയാൽ ഈ കാണുന്ന എന്തോരം ഉരുളക്കിഴങ്ങ് കൊണ്ട് നാട്ട് പിടിപ്പിച്ചാണെന്ന് നോക്കിയാൽ. എൻ്റെ പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ, ഇവിടെ ഉള്ളവർക്ക് കുറേ സ്ഥലങ്ങളുണ്ടാവും. അവരുടെ അടുത്ത് ഇതേപോലെ ഉള്ളവർ ഈ സ്ഥലങ്ങൾ ലീസിനെടുക്കും ഇത്ര വർഷത്തേക്ക്. എൻ്റെ ലീസിനെടുത്തിട്ടാണ് ഇവർ ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങണേ. എന്നാ ദിവ്യ? ഇവര് മറ്റേ സ്ഥലം പാട്ടം എടുക്കും, എന്നിട്ട് ഇവര് കൃഷി ചെയ്യും. ഇവരുടെ അടുത്ത് കച്ചവടക്കാർ വീണ്ടും ലീസിനെടുക്കും. ആ കച്ചവടക്കാർ വീണ്ടും കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ടുവയ്ക്കും. അവരുടെ അടുത്ത് നിന്ന് വീണ്ടും പോയിട്ട് ചെറിയ കച്ചവടക്കാരെടുക്കും. അവരുടെ അടുത്തുനിന്ന് നമ്മൾ മേടിക്കും. ഓ ഗൈസ് ഈ കാണുന്ന കേട്ടോ മറ്റേ നമ്മുടെ അതായത് നമ്മുടെ കടുക് അല്ലേ? ഓ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇഷ എണ്ണ അമ്മ വരച്ച സാധനമാണ് ഈ സാധനം. അതാണ് ഈ കടുക്. മസ്റ്റാർഡ്. ഓ ഗൈസ് തേൽന്ന് പുള്ളി പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കറിക്കും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണേ എന്തായാലും ഇവനെ
മസ്റ്റാർഡ് ഓയിൽ. ആ കടുകെണ്ണയാട്ടോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ. കാശ് നോക്കി ആകാശം നോക്കിയേ മതിയായ ലുക്കല്ലേ ഇരിക്കണേ. വേറൊരു കാര്യമുണ്ട്, മസ്റ്റാർഡ് ഓയില് നമ്മൾ പരിചയമില്ലാതെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട് മയറിന് കിട്ടും. ഓ ഗൈസ് ഈ കാണുന്ന ഇത് കണ്ടോ, ഇത് ബീറ്റ്റൂട്ട് കേട്ടോ. ഈ കാണുന്ന നല്ല ലിവിനെ. ഓ ഗൈസ് ആ കാണുന്ന ബീറ്റ്റൂട്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫുള്ള് എന്താണ് ആലു, അതായത് ഉരുളക്കിഴങ്ങ് കൃഷി കേട്ടോ. ഇത് ഗോതമ്പ്. ഗൈസ് അങ്ങോട്ടൊക്കെ നിറച്ചും കൃഷികളാണ്. ഫോട്ടോ മുള്ളനാ. ഓ ഗൈസ് പുള്ളിക്കാരൻ പറഞ്ഞു തന്നോ ഇത് എന്റെ അമ്മോ മുള്ള്. കുത്തി കയറി നോക്കി നടക്കണം. ഡേഞ്ചർ. ഓ ഗൈസ് കട്ടാനാ കട്ട മുള്ളു മലയാളമേ മുള്ളു പോലെ. ആ ഗൈസ് പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല ശ്രദ്ധിച്ച് നടക്കണം, ഇല്ല പണി കിട്ടും, കാരണം പിന്നെ മുള്ളുണ്ടെന്നാട്ടോ പറഞ്ഞത്. ഓ ഗൈസ് ഇത് ഇങ്ങോട്ടൊക്കെ പോകുന്ന നേരത്ത് പല തരത്തിലുള്ള കൃഷികളുണ്ട് കേട്ടോ. ഈ കാണുന്ന ബീറ്റ്റൂട്ട് കൃഷി അതെനിക്ക് ഉറപ്പാണ്, കാരണം നമ്മളന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഈ സാധനം കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതായിരുന്നു നമുക്ക് സംശയം ഉണ്ടായിരുന്നത്, പക്ഷേ ഇതിപ്പം മനസ്സിലായി കേട്ടോ. അതായത് ഇത് കടുക് കൃഷി കേട്ടോ, കടുക്. ഓ ഗൈസ് ഏതൊക്കെ തരത്തിലുള്ള കൃഷികളാണെന്ന് നോക്കിയോ. അതായത് കുറേ സ്ഥലമുണ്ടെങ്കിലും അതിനകത്ത് അവർ ഭയങ്കര സെറ്റപ്പായിട്ടോ ഓരോ കാര്യം ഇത് വെച്ചാക്കണേ. ഓ ഗൈസ് ഇത് ആലു തന്നെ കേട്ടോ. ഇത് ആലു. പിന്നെ അങ്ങോട്ട് പോകുന്ന നേരത്ത് അവിടെ കാണുന്ന ഫുള്ള് ഗോതമ്പാട്ടോ. ഓ ഗൈസ് ആ കാണുന്നൊക്കെ ഗ്രാമങ്ങളാട്ടോ. എന്തോരം ആൾക്കാർ അതിൻ്റെ അകത്ത് പണിയെടുക്കുന്നുണ്ടോ. അതിൻ്റെ അകത്ത് ചേച്ചിമാരൊക്കെ മറ്റേ തലയിൽ മറ്റേ വിറകൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇത് മാവാ, ലിവിനെ മാവ് അല്ലേ. ഈ കാണുന്ന മാവാട്ടോ. ഇതിന്റെ വളവെന്ന് പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ വളവാ, നമ്മൾ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ആരും തിന്നൂല അല്ലേ. ചേട്ടൻ ചോദിക്കാം, നിങ്ങൾ ഇത്രയും കിടന്ന് കറങ്ങി നടന്നിട്ട് നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലെന്നോ? നിങ്ങൾ നാഷണൽ ലെവൽ യാത്ര ചെയ്യുന്നവരല്ലേ? हिंदी सीखना चाहिए. पूछिए क्यों? क्योंकि आधा जो भारत जो है ना, आधा नहीं, मतलब मानिए ना आप लोग की तरफ जो है ना हिंदी कम है, एकदम जीरो बाटा है. नहीं अभी अदर केरला में ज्यादा हिंदी आमी है. अभी पूरा आमी क्या थोड़ा हिंदी मालूम अदर, तो पूरा मालूम करिए ना यार, क्योंकि भारत का भाषा हिंदी ना है. ഓ ഗൈസ് ഇനി ഇവിടെ ഓരോ നമ്മൾ ശരിയാവില്ല കേട്ടോ. ആദ്യം പാഴ്സൽ മേടിക്കണ്ടല്ലോ എന്റെ പൊന്നെ. ഓ ഗൈസ് പുള്ളിക്കാരൻ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചു, ചോദ്യത്തിന് ഉത്തരവില്ല കേട്ടോ. ലിവിനെ എസ്കേപ്പ് ഇൻ ഉഗാണ്ട. ഗൈസ് പുള്ളിക്കാരൻ നമ്മളോട് ചോദ്യം തുടങ്ങി കേട്ടോ. പാവൻ ലിവിൻ കുടുങ്ങി കേട്ടോ. ലിവിൻ വടി കൊടുത്ത് അടി മേടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പം കാണാം. ലിവിനെ ഉരുളക്കിഴങ്ങ് തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വരണോ അതോ ബീറ്റ് തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വരണോ? ഇവിടുത്തെ ഭാഷ ബേൽപൂരി ഭാഷയാണ്. ഓ ബേൽപൂരി ആണ്, ഹിന്ദി നെയ്യേ. ഓ ഗൈസ് ബീഹാറിലെ ലാംഗ്വേജ് ബേൽപൂരി ആണ്. ഭോജ്പൂരി. ഓ ഗായ്സ് ഇവിടുത്തെ ഭാഷ ഹിന്ദി അല്ല കേട്ടോ, ഭോജ്പൂരി എന്ന് പറഞ്ഞ ഭാഷയാണ്. അപ്പൊ നമ്മൾ എന്നാ തേങ്ങയില എത്തുന്ന സംസാരിച്ചു. ഓക്കെ. ഓ ഗൈസ് നൈസായിട്ട് നമുക്ക് മുങ്ങാം. ഇല്ലെങ്കിൽ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പണി പാളും അല്ലേ. ഒരാവേശത്തിന് കയറി വന്ന പുള്ളിക്കാരൻ അവസാനം ഇത്ര ടെററാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ കമന്റ് രൂപത്തിൽ എഴുതി കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും പറഞ്ഞ ഭാഷ മനസ്സിലായില്ല. നീ എന്നാ പറഞ്ഞ ഗൈസ് ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറം നിറച്ചും കൃഷി കേട്ടോ അല്ലേ ലിവിനെ. ഒരു കാര്യം ശ്രദ്ധിച്ചതിനെ അവർ പെട്ടെന്ന് മുഖഭാവം മാറിയിട്ടുണ്ടോ. നമ്മൾ ഇത് കണ്ടിട്ട് നിൽക്കണം. അവരെടുത്ത് ഇനി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന്റെ ഇടയ്ക്ക് നമ്മളും കൂടെ കാണും അല്ലേ. ഓ ഗൈസ് അല്ലേ ചെവിയിലൊക്കെ ഉരുളക്കിഴങ്ങ് വെച്ച് എണീറ്റ് വരുന്ന ആലോചിച്ച് നോക്കിയേ എന്റെ പൊന്നെ. ഓ ഗൈസ് സംഭവം വെച്ചാൽ നമ്മള് പിടുത്തം പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ മുങ്ങിക്കണം, ഓടി റോട്ടിൽ കയറിക്കണം അല്ലേ ലിവി. ആ ഗൈസ് ഓക്കെ ഇതൊക്കെ ഇവരുടെ ഗ്രാമങ്ങളാട്ടോ. സംഭവം ചെറിയ പിന്നെ നമ്മുടെ ഓല കൊണ്ടുള്ള വീടുകളല്ല. ഓ ഗൈസ് പണ്ട് കുളിച്ച് ഷൂട്ട് ചെയ്യേണ്ട ഷൂട്ടുണ്ട്. അപ്പോ അടി കിട്ടാൻ ബാധ്യത്തിലാട്ടോ രക്ഷട്ടെ. അങ്ങോട്ടൊക്കെ നല്ല കിടിലം ഗ്രാമങ്ങളാട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങള് ബീഹാറിന്റെ ഗ്രാമങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങി. പക്ഷേ ഈ ബ്ലോക്കിൽ കുടുങ്ങിപ്പോയി നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല ഈ ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചാബിന്റെ ഒരു ചെറിയ ടച്ച് ഉണ്ട്. എങ്ങനെ ഈ കൃഷി സ്ഥലങ്ങളും അധികം ചോദിച്ചു ഞാൻ കുടുങ്ങി പോകില്ലേ. ലിവിൻ മതിയായ തള്ളി വരുമായിരുന്നു കേട്ടോ. നമ്മളപ്പോ ഒരു ബ്ലോക്ക് ഇട്ട് അങ്ങ് കൊടുത്തു. എങ്ങനെ വേണ്ട. ഓ ഗായ്സ് ഇനിയിപ്പോൾ നേരെ കുറച്ചു നേരം വണ്ടി കിടന്ന് ഉറങ്ങിയിട്ട് ഇനി രാത്രിയിൽ ഡ്രൈവ് ചെയ്യാം കേട്ടോ. സംബന്ധിച്ചാൽ പകല് നടപടി ആവില്ല, കാരണം ഭയങ്കര ബ്ലോക്ക് അല്ലേ ലിവി. ഒരു എന്നാ പറയാ ഒരു സാധനത്തിന് പേര് ഗായ്സ് എന്ത് മതിയായ ലുക്കിലാ ചെറുക്കൻ കിടപ്പെന്ന് നോക്കിയേ. ഒന്ന് ചെരിഞ്ഞല്ലേ ഇരിക്കുന്നേ. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ. ഓ ഗായ്സ് നോക്കൂ, നമ്മൾ എന്നാ പറയാ ഓരോ സ്ഥലത്തും ഇതേപോലെ ചെല്ലാൻ നേരത്ത് നമുക്ക് പന്തികേട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് അവ എന്തെങ്കിലുമൊക്കെ അടിച്ച് മാറിക്കണം അല്ലടാവേ അല്ലേ. ഓ ഗായ്സ് വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നു തുടങ്ങി. കാരണം വെച്ചാൽ
നമ്മളെ ഏത് വഴിക്കാണോ പോണേന്ന് ഒരു പിടി കിട്ടില്ല. സിലിഗുരിയാ എത്തണ്ടേന്ന് പറയാം അല്ലേ? അല്ലേ? ഓ ഗായ്സ് നമ്മളിപ്പോ നമ്മുടെ ചെറുക്കന്റെ ഉള്ളിലാട്ടോ ഉള്ളെ. എന്നെ സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോ രാത്രി ആയി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി കുറച്ചു നേരം ഇവിടെ കിടന്നുറങ്ങി വിശ്രമിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകട്ടോ. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ നമ്മളല്ലേ പെടും അല്ലേ? റോഡെന്ന് വെച്ചാൽ അത്ര കൺസിസ്റ്റന്റ് ബ്ലോക്ക്, പിന്നെ എന്നാ പറയാ ആൻഡ് കുഴി. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് ഇനി ഓടിക്കില്ല. അപ്പം കുറച്ച് വൈകി കഴിഞ്ഞ് നമുക്ക് ഇനി വണ്ടി എടുക്കാം. അപ്പം കുറച്ചു നേരം വണ്ടി ഓടി ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ചു നേരം ഉറങ്ങിയിട്ട് കാണാം കേട്ടോ. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ കുറച്ചു നേരം നേരത്തെ കണ്ട സ്ഥലത്ത് കിടന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു കേട്ടോ. നേരത്തെ കണ്ടതുപോലെ അല്ല ഇപ്പം ബീഹാറിന്റെ ടൗണുകള്. ഒരു തിരക്കോ എന്താ പറയാ ഒന്നുമില്ല. 4-3-7 ലോറികളും പിന്നെ ആൻഡ്രി ജങ്കരാദിക്കും ഒരു കാറോ ഒരു ബൈക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്കിതിലെ യാത്ര ചെയ്യാൻ പറ്റും. എങ്ങും നിശബ്ദത മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് പകല് നമുക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാൽ വളരെ ദുഷ്കരമേറിയ ഒരു പരിപാടിയാണ് ഗൈസ്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പോയിന്റ് വെച്ച് ചെക്കിംഗ് ഉണ്ടാവും. ചില്ലറ ചെക്കിംഗ് ഒന്നും ആയിരിക്കില്ല, നല്ല രീതിയിലുള്ള ചെക്കിംഗ് ആയിരിക്കും. കണ്ടോ ഉള്ളവരെ എല്ലാം പിടിയല്ലേ, വഴി നീളെ ചെക്കിംഗ്. ഇതെന്തോ നമ്പറുള്ള വണ്ടിയാ, കുഴിവണ്ടി ആയതുകൊണ്ട് ഫുള്ള് ഒരു ദിവസം ഫുള്ള് കൊടുത്തിട്ട് വന്ന വണ്ടിയാ അല്ലേ? അത് കാരണം നമ്മളും രക്ഷപ്പെട്ടു. ഇവിടെ പോലീസുകാര് വെറുതെ നിൽക്കുവാ, ആരെയും പിടിക്കുന്നില്ല. സങ്കടം വരുന്നു, ആരെയും പിടിക്കുന്നില്ല. ഇവിടുത്തെ ബീഹാർ പോലീസിന്റെ വണ്ടി ഏതാണെന്നറിയാമോ? ജീപ്പ് കമാൻഡർ ഉണ്ടോ? ഇതിലൊക്കെ വണ്ടി വരുന്ന നമ്മള് സൂക്ഷിച്ചില്ലേ നമ്മൾ ദുഃഖിക്കേണ്ടത്. എന്റെ ദൈവമേ, അന്യായ ബ്ലോക്കാട്ടോ അല്ലേ ലിബി? ഞാൻ ഇതിന്റെ മുന്നേ ക്ലീനറ മാത്രത്തെ പോക്കുണ്ടോ അല്ലേ? എന്റെ ദൈവമേ, ബീഹാറിലെ ബ്ലോക്ക് രാത്രി ആയിട്ട് പോലും ഇതിനൊരു ശമനം ഇല്ലെന്നുള്ളതാണ് അല്ലേ ലിബിന്? ഏറ്റവും കൂടുതൽ ഇവിടെ ഇരുചക്രം കൂടുതലാ. ഇരുചക്ര വണ്ടികൾ ഉള്ള കാരണമാണ് ഇത്ര ബ്ലോക്ക് വരുന്നത് അല്ലേ? ബാക്കിയുള്ള വണ്ടി കുത്തി കയറ്റുമ്പോ ബാക്കിയുള്ളക്കാര് നിക്കും. എന്റെ അമ്മ, ലോറിയും എല്ലാം അല്ലെ, എന്തൊരു തിരക്കാടാ ബീഹാറില്. ഇത്രയും ബ്ലോക്ക് ഒരാളുടെ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് പോയി എവിടെയാന്ന് റോഡിന്റെ നടുക്ക് ഇത്രയും പേര് ഇവിടെ ബ്ലോക്കായി. എവിടെ അവിടെ നോക്കണേ ഇവനെ ബൈക്കുകാർ തമ്മിൽ തമ്മിത്തല്ല അവിടെ. എവിടെ? അത് അവിടെയൊക്കെ. അവിടെയോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയടി. എന്ത് അല്ല, വേറെ ആളാ വണ്ടി മാറ്റാൻ പറഞ്ഞു. ഓണറെത്തി രക്ഷപ്പെട്ടു. എന്നാ ഇമാർക്ക് റോഡിന്റെ നടുക്ക് ഫുള്ള് തന്നിക്കൂടി കേട്ടോ അയാള്. ഓ ഗായ്സ്, നമ്മളെ പിടിച്ചേക്കോട്ടോ. അടുത്ത സ്ഥലത്തും പോയിരിക്കും. എല്ലാരും ആഹാ, ചാകര. ഒരു മിനിറ്റ്, അവരെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ അവർ ഓടിയാണ്. എന്റെ ഗായ്സ്, ഓടുന്നു നോക്കിയേ. ചാവുക വേണ്ടി പോന്ന് നോക്കി. വഴി ഒന്ന് 5 മിനിറ്റ് നിർത്തിയതാട്ടോ വണ്ടി. കിട്ടി. കാശ് കിട്ടി. എന്റെ പൊന്നെ, ഓടിച്ചു പോയി കാശ് മേടിക്കും കേട്ടോ. അയ്യോ, ഓ ഗായ്സ്, നമ്മളോട് മാത്രം ഒരു ചെറിയൊരു സന്തോഷം അല്ലേ? ഗായ്സ്, എല്ലാ വണ്ടി ഇതുപോലെ പിടിക്കും കേട്ടോ. ഈ എന്റെ പൊന്നെ, ചെക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന പൊടി പൂരവാ അല്ലേ ലിബിന്? ഇപ്പം കണ്ട ഒരു വണ്ടിനെ ഓടിച്ചിട്ട് പിടിച്ച് കാശ് വാങ്ങിയേ ഇല്ലേ? അതൊന്ന്. ഇനിയിപ്പം നമ്മളിവിടെ ഒരു 5 മിനിറ്റ് ഒന്ന് നിർത്തിയുള്ളൂ വണ്ടി. അപ്പത്തേക്ക് നമ്മൾ നിർത്തിയ വണ്ടിയെ വന്ന് അവര് ചോദിച്ചോണ്ടോ പൈസ അല്ലേ? പോയ വണ്ടി ഓടിപ്പിടിച്ചു. പോലീസുകാർ ഇപ്പൊ എന്നാ പറയുന്നറിയോ? പൈസ ദേക്കോ തമാശ ദേക്കോ. പണ്ടെങ്ങനെ അറിയോ? പൈസ ദേദോ തമാശ ദേക്കോ. ഇപ്പൊ എങ്ങനെ പറയുന്നറിയാമോ? പോലീസുകാരുണ്ടോ? പൈസ ദേദോ ഡ്രൈവ് കറോ, അങ്ങനെയുള്ള രീതിയാ. അടുത്ത ചെക്കിംഗ് എന്തോരം ചെക്കിംഗ് അല്ലേ ഒരു ദിവസം. ഓ ഗായ്സ്, രാവിലെ നമുക്ക് മിസ്സായ കിലോമീറ്റർ മൊത്തം, അതായത് സത്യം പറഞ്ഞിട്ട് നമുക്ക് ഓടാൻ പറ്റില്ല. അപ്പം അത് മൊത്തം ഇന്ന് രാത്രി വേണം നമുക്ക് ഓടിച്ചിട്ട്. 270 ആക്കിയല്ലേ നീ? 270 കിലോമീറ്റർ കൂടെ നമുക്ക് ഓടിപ്പിടിക്കാൻ പറ്റും. 420 കിലോമീറ്ററിനാണ് 2 മണിക്കൂറും കൊണ്ട് അവൻ 270 കിലോമീറ്റർ. അതുപോലെ തന്നെ വേറെ സംഭവം, രാത്രിയിൽ നമുക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഡയറി മിൽക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മൂണ്ടാല് ഒരു ഫ്രൈ പോലത്തെ ഒരു സാധനം കിട്ടും. ഈ 2 സാധനം നമ്മളെപ്പോഴും വണ്ടി മേടിച്ച് വെക്കും. അതെന്താ വെച്ചാല് ഉറക്കം വരാൻ ഡയറി മിൽക്കും പിന്നെ ആ സംഭവം ഡയറി മിൽക്കും അല്ല അതോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോകും. സംബന്ധിച്ചാൽ ഇതിനകത്ത് പിന്നെ കഫിനോ
അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അതായത് റെഡ് ബുള്ളിനകത്ത് ചേരുന്ന അതേ സാധനം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. റെഡ് ബുള്ള് മേടിച്ച് കുടിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാല് ആദ്യത്തെ അരമണിക്കൂറല്ല 1 മണിക്കൂർ നമുക്ക് എനർജി ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ഡൗൺ ആയിപ്പോവും, ഫുള്ള് വീക്കായിപ്പോവും. ഇതാകുമ്പോൾ ഇങ്ങനെ കൂടി വരുന്നല്ല ഡൗൺ ആയി പോകില്ല. ഓ അടങ്ങിരി. ഓ ഗൈസ് എന്തെങ്കിലും പറയുന്നത് ഈ ഗൂഗിൾ അസിസ്റ്റന്റ് ഓണോ കേട്ടോ. ഓ ഗൈസ് നമ്മൾ പെട്ടു കേട്ടോ. റോഡില്ല. റോഡിലൊരു ഇതിലായിരുന്നു റോഡ്. ആ റോഡാണെങ്കില് ബ്ലോക്കായി. നമ്മള് കുടുങ്ങി. ഓ ഗൈസ് നമ്മൾ ഈ റോഡ് ഇറങ്ങി നോക്കി. ഈ റോഡ് ഇറങ്ങി നോക്കി. എവിടെയും കിട്ടുമായിരിക്കും. കിട്ടാതിരിക്കൂല. ആകെ കുടുങ്ങിട്ടാ. അങ്ങോട്ട് അത് കിട്ടൂല. 2 മിനിറ്റ് ഈ റോഡിലങ്ങ് പോയാലോ? അതന്നെ. ഈ റോഡിലും കൂടെ തിരിക്കാനെങ്കിലും സ്ഥലം കിട്ടുമോ? നടക്കൂല. നടപടി നമ്മൾ പെട്ടുപോയിട്ടോ. വണ്ടി ഉണ്ടോ കിടക്കണ? റോഡിന്റെ നടുക്കൊണ്ട മണ്ണ് കിട്ടും മര്യാദക്കുള്ള റോഡിന്റെ അകത്ത്. പിന്നെ ഇപ്പൊ വേറൊരു വണ്ടീന്റെ അവിടെ കുടുങ്ങുകയും ചെയ്തല്ലേ. ഇപ്പൊ നമ്മൾ വന്ന വഴി തിരിച്ചു പോകണം. മൊത്തം പോണോ? കുറെ പോണം. എത്ര കിലോമീറ്റർ? എത്ര നല്ല. ഇനി അടുത്ത റൂട്ട് ഇത് കാണിക്കുന്നവരെ വരെ നമ്മൾ വെട്ടു. ബോലോസ് ഇവരോട് ചോദിച്ചു നോക്കിയോനെ. നമ്മളിപ്പോ ഇവിടെയുള്ള പോലീസുകാരോട് ചോദിക്കും കേട്ടോ സ്ഥലവും കാര്യങ്ങളും. അവർക്ക് പോലും ഒന്നും അറിയില്ല. വെറുതെ പുള്ളിക്കാരൊക്കെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും അല്ലേ ലിവി? മെയിൻ റൂട്ടാണ് അടച്ചാക്കുന്നത് അല്ലേ? പക്ഷെ എന്താണാവോ നടക്കണ ദൈവത്തിനറിയാം. ഓ ഗായ്സ് റോഡില്ല കേട്ടോ. ഞങ്ങൾ പല വഴിക്കും പോയി നോക്കി. ലാസ്റ്റ് നമ്മുടെ ചെറുക്കനെ ഇതാ ഈ ഒരു സൈഡിൽ ഒതുക്കിയിട്ടാക്കോ കേട്ടോ. അവിടെ ബ്ലോക്കാണ്. പിന്നെ ഇവർ ടെമ്പററി ആയിട്ടൊരു റോഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ടവൻ ഒരു ലോറിക്കാരനുണ്ട്. അത് കുടുങ്ങി കേട്ടോ. അത് പിന്നെ ഒരു വണ്ടിക്ക് പോകാൻ പറ്റണില്ല. എല്ലാ വണ്ടി ഇതേപോലെ ഇങ്ങനെ വന്നു തിരിച്ചു പോകണു. പിന്നെ ഇവിടെ തന്നെ കിടക്കണു. ഓ ഗായ്സ് നോക്കിയേ പാവപ്പെട്ട ഒരു മനുഷ്യൻ. അത് പുതിയൊരു ലൈലാൻഡിൻ്റെ പുതിയൊരു ടിപ്പറും കൊണ്ട് വന്ന കേട്ടോ. അവിടെ താന്നു പോയി ഗായ്സ്. ഇങ്ങനെ ഒരു ടെമ്പററി റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫുള്ള് പൂരിമണ്ണാണ്. അത് താന്നു പോയിട്ടോ. നമ്മളും തിരിച്ചു കൊണ്ടുവരും. ഓ ഗായ്സ് ഒരു രക്ഷയില്ലാത്ത പരിപാടി ആയിപ്പോട്ടെ ഇന്നത്തെ. മൊത്തം ഇന്ന് കണ്ടകശിനിയായിരുന്നു കേട്ടോ. ഓ ഗായ്സ് ഇതുകൊണ്ടോ നമ്മളിപ്പം ഇവിടെയാണ് അടിച്ചേക്കണത്. അതായത് നമ്മുടെ സിലിഗുരിക്ക് പോകേണ്ട ലൊക്കേഷൻ ഇങ്ങനെ ഓരോ സ്ഥലം മാറ്റി അടിച്ചാട്ടോ പോണേ. ഓ ഗൈസ് ഏതൊക്കെ വഴി കൂടെ പോകണം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഓ ഗൈസ് 2 ഫോണിലാട്ടോ ഗുസ്തി. അതേ സമയത്ത് ലിവിൻ കിടന്നുറങ്ങാനുമായി. ഓ ഗൈസ് ലിവിൻ അടുത്ത് കേട്ടോ. ഓ ഗൈസ് അങ്ങനെ അവസാനം നമ്മള് ഒരു സ്ഥലത്ത് വണ്ടി നിർത്താൻ പോവാട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നിർത്താൻ പോകുന്നില്ല. ഉറങ്ങിക്കിടന്ന ലിവിനെ ഞാൻ എണീപ്പിച്ചോട്ടോ. നോക്കിയേ ലിവിന്റെ മുഖമൊക്കെ ഇരിക്കണേ. ഓ ഗായ്സ് സത്യം പറയാലോ നമ്മൾ ഇന്നലെ പോയ വഴി 10 പൈസയ്ക്ക് ഉള്ളാതെ റോഡായി നടുക്കുന്ന് വെച്ച് ബ്ലോക്ക് ആക്കി ആകെ പെട്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോ ഇസ്ലാംപൂർ വഴിയാണ് നമ്മളിപ്പോ നേരെ ഡാർജിലിംഗ് പോകുന്നത്. ഓ ഗായ്സ് അപ്പൊ ഓ ഗായ്സ് അപ്പൊ ഇത്ര കാര്യങ്ങൾ പറഞ്ഞോണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീണ്ടും മറ്റായിട്ട് വീണ്ടും കാണാൻ. ഗുഡ് ബൈ. അതാണ്.